രണ്ടിലൊന്ന് തീരുമാനിക്കും. ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ ഡൽഹിയിൽ എത്തുന്നുണ്ട്. എന്താണ് ഇവരുടെ ഡൽഹി യാത്രയുടെ ഉദ്ദേശം? ഒന്ന്, പ്രവർത്തക സമിതിയിൽ പങ്കെടുക്കുക, AICC യോഗത്തിൽ പങ്കെടുക്കുക. കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, അതേപോലെ തന്നെ ശശി തരൂരും ഒപ്പമുണ്ട്. ഈ 4 പേരാണ് ഇന്ന് നടക്കുന്ന AICC യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയം KPCC അധ്യക്ഷൻ ആരായിരിക്കണമെന്നാണ്. ഇത് എത്രയോ നാൾ മുതൽ തുടങ്ങിയ പരിപാടിയാണ്. കാരണം ഇവരെല്ലാം അവിടെ കെട്ടിയെടുത്ത് ഡൽഹി ചെല്ലുമ്പോഴേക്കും അവിടെ രാഹുൽ ഗാന്ധി കാണത്തില്ല. രാഹുൽ ഗാന്ധി എവിടേക്ക് പോയിരിക്കുക, എന്ന് വരുമെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് ഈ KPCC അധ്യക്ഷൻ എന്നുള്ള പദവി ആർക്ക് നൽകണം, ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്നതിനെ സംബന്ധിച്ച് അനിശ്ചിതമായി തുടരുകയാണ്. രാഹുൽ ഗാന്ധി മടങ്ങി വന്നാൽ അദ്ദേഹത്തെ കയ്യോടെ പിടിക്കാൻ പറ്റില്ല. കാരണം പാർലമെന്റ് സമ്മേളനത്തിന് 1-2 ആഴ്ച മുമ്പായിരിക്കും അദ്ദേഹം മുങ്ങിയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ ഏത് സമയത്തും രാഹുൽ ഗാന്ധി ഇവിടുന്ന് മുങ്ങും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കയ്യോടെ പിടിക്കാൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ടാണ് AICC യോഗം ഇന്ന് തീരുമാനിച്ചത്. എന്ന് ഇവിടെ നിന്ന് രാഹുൽ ഗാന്ധി മുങ്ങുമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഈ മുങ്ങുന്നതിന് മുൻപായി രാഹുൽ ഗാന്ധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു AICC യോഗം ഇന്ന് നടക്കുകയാണ്. മല്ലികാർജുന ഖാർഗെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിലേക്കാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ശശി തരൂരും കൊടിക്കുന്നിൽ സുരേഷും പങ്കെടുക്കുന്നത്. എന്താണ് ഈ പ്രധാനപ്പെട്ട അജണ്ട? കേരളത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. KPCC അധ്യക്ഷനില്ലാത്തത് മൂലം ലീഗ് അസ്വസ്ഥമാണ്, അതേപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളെല്ലാം അസ്വസ്ഥമാണ്. എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് അറിയിക്കണമെങ്കിൽ KPCC യോഗം ചേർന്ന് ആ തീരുമാനം KPCC അധ്യക്ഷൻ UDF യോഗത്തിൽ അവതരിപ്പിക്കുകയാണ് പതിവ്. പക്ഷേ UDF യോഗം ചേർന്നിട്ടും KPCC അധ്യക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, മന്ത്രി സണ്ണി ജോസഫാണ്. അദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ ഈ വൈദ്യുതി ഇല്ലാതെ കിടന്ന് കറങ്ങുകയാണ് കേരളത്തിൽ. അതിന്റെ പ്രതിസന്ധിയിൽപ്പെട്ട് അദ്ദേഹം കിടന്നോടുന്നു. അതുകൊണ്ട് ഇന്ദിരാഭവനിലേക്ക് വരാൻ പറ്റുന്നില്ല. പുതിയ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടത് അടിയന്തര ആവശ്യമാണ്. പക്ഷേ ലിസ്റ്റ് നോക്കുമ്പോൾ സാക്ഷാൽ രാഹുൽ ഗാന്ധി പോലും ഞെട്ടുകയാണ്. 10-24 പേരാണ് ഈ ലിസ്റ്റിൽ ഉള്ളത്. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, VS ശിവകുമാർ, അടൂർ പ്രകാശ്, മാത്യു കുഴൽനാടൻ, രാജ്മോഹൻ ഉണ്ണിത്തൻ, അങ്ങനെ കേട്ടിട്ടുള്ള സകല എണ്ണവും ഈ ലിസ്റ്റിൽ കിടന്നിരിക്കുകയാണ്. ഇതിൽ വേറൊരാളുണ്ട്, ജോസഫ് വാഴക്കൻ. അദ്ദേഹം നേരത്തെ തന്നെ ഡൽഹിയിൽ പോയി കെട്ടിക്കിടന്ന് ഈ പറയുന്ന എനിക്ക് തന്നെ KPCC അധ്യക്ഷ സ്ഥാനം കിട്ടണം എന്ന രീതിയിലുള്ള ചില ചർച്ചകളൊക്കെ കഴിഞ്ഞു. ഇവരൊക്കെ തന്നെ ഡൽഹിയിൽ പോയി കിടന്ന് ചർച്ച ചെയ്ത ആൾക്കാരാണ്. കാണുന്നവനെ പിടിച്ചങ്ങ് ചർച്ച ചെയ്യുക. രാഹുൽ ഗാന്ധിയെ കിട്ടില്ലെങ്കിൽ മല്ലികാർജുനെ കാണുന്നെങ്കിൽ ദയവായി എന്നെ ഒന്നാക്കൂ. VS ശിവകുമാർ, അതേപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് ഇതുവരെ ഒരു ദളിത് പ്രാതിനിധ്യം KPCC അധ്യക്ഷന് ഉണ്ടായിട്ടില്ല. ഒരു ദളിതനായിട്ടുള്ള ഒരാൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണം, അതുകൊണ്ട് എന്നെ പരിഗണിക്കൂ. ഇതാണ് അദ്ദേഹം വെക്കുന്ന ഒരു ഉപാധി. ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ തന്നെ PR വർക്ക് നടത്തിക്കൊണ്ട് സ്വയമായ ഒരു പ്രാഞ്ചിയേട്ടനായിക്കൊണ്ട് ഞാനാണ് ഈ കസേരയ്ക്ക് സർവ്വതാ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ആ ദിവസം മുതൽ ഡൽഹിയിൽ കിടന്ന് കാണുന്ന നേതാക്കളെ പിടിച്ചു പറയുകയാണ്. അങ്ങനെ പറഞ്ഞു മടുത്തു. ഒടുവിലാണ് ഇന്നിതാ AICC യോഗം ചേരുന്നത്. ആ യോഗത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ ചോദിക്കും, ആരെയാക്കണം? ഞങ്ങളുടെ മുമ്പിൽ 10-24 പേരുണ്ട്, ഇതിലൊക്കെ ആരാണ്, എന്താണ്, ആരെയാണെന്ന് ചോദിച്ചത് നിങ്ങളെങ്കിലും ഒന്ന് പറ, എന്തെങ്കിലും കൂടി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലെത്തി ആരെയെങ്കിലും ഒരാളെ ആ സ്ഥാനത്തേക്ക് എങ്ങനെയെങ്കിലും നിയമിച്ചേ പറ്റുകയുള്ളൂ. അതാണ് ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നിലവിൽ സണ്ണി ജോസഫാണ്, പറഞ്ഞല്ലോ, KPCC അധ്യക്ഷൻ. പിന്നീട് 3 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. അവരാരൊക്കെയാണ്? PC വിശ്വനാഥ്, അതേപോലെ ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ. ഇതിലെ വിശ്വനാഥും അനിൽകുമാറും മന്ത്രിമാരാണ്. ഷാഫി പറമ്പിൽ MP ആണ്. അതുകൊണ്ട് ഈ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന 3 പേരുടെയും അവരും ഇരട്ട പദവി വഹിക്കുന്നു. ഇനി മറ്റൊരാൾ സംഘടനാ ചുമതലയുള്ള ആളാണ് M. ലിജു, അദ്ദേഹവും മന്ത്രിയാണ്. അങ്ങനെ നാഥനില്ല കളരിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. UDFൽ കോൺഗ്രസിന്റെ ഒരു നയം പറയണമെങ്കിൽ ആര് പറയും? അത് സണ്ണി ജോസഫ് ഊഹിച്ചെടുത്ത് പറയണം. PM ശ്രീ വിഷയത്തിൽ അല്ലെങ്കിൽ
വിഴിഞ്ഞം ഓഹരി വിൽപ്പന വിഷയത്തിൽ ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ അഭിപ്രായം പറയണമെങ്കിൽ പാർട്ടി കൂടി ഒരു തീരുമാനമെടുക്കണമല്ലോ. അങ്ങനെ തീരുമാനമുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ദിവസമെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും ആരെയെങ്കിലും ഒരാളെ ഇതിൽ ചുമതലപ്പെടുത്തൂ. കാരണം ഇത് ശല്യമൊഴിയട്ടെ. എത്ര നാളുകൊണ്ട് കിടന്ന് ചർച്ച ചെയ്യുകയാണ്. ഡൽഹിക്ക് പോകുന്നു, എന്നെ പരിഗണിക്കൂ, ഞാനാണ് സർവ്വതായോഗ്യൻ, ഞാനാണ് ഇതിന് ഏറ്റവും വലിയ ചുമതലയുള്ള ആൾ, എനിക്ക് ഇത്രമാത്രം പാരമ്പര്യമുണ്ട്, ഇങ്ങനെ ഒക്കെ പറഞ്ഞ് പൊങ്ങച്ചം പറഞ്ഞ് ഈ ബയോഡാറ്റ കൊടുക്കുന്നതല്ലാതെ ഇതിൽ കാര്യമായിട്ടുള്ള നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി മുങ്ങുന്നതിന് മുൻപായി കയ്യോടെ പിടിച്ചുകൊണ്ട് ഇന്നിപ്പോൾ AICC നടക്കുകയാണ്. ആ യോഗത്തിലാണ് ഇത്തരം ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. അടിയന്തരമായ ആവശ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ഇക്കാര്യത്തിൽ ലീഗിനടക്കം അതൃപ്തിയുണ്ട്. കാരണം UDF യോഗത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ്? വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കാം. എന്താണ് കോൺഗ്രസ് നിലപാടെന്ന് ചോദിച്ചാൽ സണ്ണി ജോസഫ് ഈ പറയുന്ന കറണ്ടിന് പുറകെ ഓടുകയാണ്, ലോഡ് ഷെഡിംഗ് ഒരു വഴി കിടക്കുന്നു, അതെങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാതെ സണ്ണി ജോസഫ് കിടന്ന് വട്ടമടിക്കുകയാണ്. അപ്പോഴാണ് ചോദിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സണ്ണി ജോസഫ് കൈമലത്തും. കാരണം ഇവിടെ കോൺഗ്രസിന്റെ യോഗം ചേർന്നിട്ടില്ല എങ്കിൽ മാത്രമല്ലേ കോൺഗ്രസിന്റെ നിലപാട് അറിയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ വ്യക്തിപരമായിട്ട് ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അധ്യക്ഷന് പറയാൻ കഴിയുമോ? അത്തരം ഒരു ക്രൈസിസിലാണ് ഇപ്പോൾ സണ്ണി ജോസഫ് എത്തി നിൽക്കുന്നത്. UDFന് ഭരണം കിട്ടുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഇന്ദിരാഭവന്റെ അടുത്തുകൂടെ നടന്നു പോകാൻ പോലും കഴിയില്ല. ഈ മാടപ്രാവുകളുടെ ഈ പറഞ്ഞ ഖദർധാരികളുടെ ആ തള്ളിക്കയറ്റമാണ്. അവിടെ ഒന്നും നിൽക്കാൻ കഴിയില്ല. അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടിച്ചു കയറലുണ്ട്. ഇപ്പോൾ ഒരു മരണ വീട് പോലെ അനാഥമായി കിടക്കുകയാണ് ഇന്ദിരാഭവൻ. കാരണം നാഥനില്ല. അതുകൊണ്ട് ഇന്നെങ്കിലും ഒരു നാഥനെ ഉണ്ടാകും എന്ന് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ വിചാരിച്ചാൽ അതിൽ തെറ്റു പറയാനില്ല. കാരണം സാധാരണക്കാരായിട്ടുള്ള ആത്മാർത്ഥമായി കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട്. അവരുടെ മനസ്സിൽ ഞങ്ങൾക്ക് ഈ പാർട്ടിക്ക് ഒരു നാഥൻ ഉണ്ടാകണമെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ കിടന്ന് കടിപിടി കൂടാതെ ആരെങ്കിലും ഒരാളെ, രാഹുൽ ഗാന്ധി മുങ്ങുന്നതിന് മുൻപായി ആരെങ്കിലും ഒരാളെ ആ സ്ഥാനത്തേക്ക് ഇന്നെങ്കിലും ഒന്ന് കണ്ടെത്തിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പുകയാണ്. കാരണം ബോർഡ് കോർപ്പറേഷൻ വീതം വെച്ചിട്ടില്ല, അവിടെ കിടന്നടി. അതിനുവേണ്ടി ഇതിന്റെ 10 ഇരട്ടി ലിസ്റ്റ് അവിടെ കിടക്കുന്നു. ഞാൻ ബോർഡിന് ഇന്ന് അർഹനാണ്, കോർപ്പറേഷൻ തലപ്പത്തെത്താൻ ഞാൻ അർഹനാണ്, അങ്ങനെ അവിടെ കിടന്നടി. അപ്പോൾ ഒരു നാഥൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെല്ലാം തന്നെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. KPCC പ്രസിഡന്റിനെ ആദ്യം ഉണ്ടാക്കണം, പിന്നീട് ഈ 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ കണ്ടെത്തണം, സംഘടനാ ചുമതലയുള്ള ഒരാളെ കണ്ടെത്തണം. അങ്ങനെ ഇത്തരത്തിൽ സംഘടനാ തലത്തിൽ ചുമതലയുള്ള ആൾക്കാരെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ കോൺഗ്രസിന്റെ നയം എന്താണ്, ഓരോ വിഷയത്തിലും കോൺഗ്രസ് എടുക്കേണ്ട നയം എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതിന് ഇന്നെങ്കിലും കഴിയണം. എങ്ങനെയെങ്കിലും ഇതങ്ങ് രണ്ടിലൊന്ന് അറിഞ്ഞങ്ങ് തീർക്കുക, അല്ലാതെ പിന്നെ എന്ത് പറയാനാണ്? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.